ഒരു താഴെ നടന്ന് ഇവിടെ വരും. അതാണ് കുരിശിൻ്റെ വഴി. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കഞ്ഞി കുടിക്കും. കൊള്ളല്ലേ ആ ഒരു സ്പോട്ട്. നമുക്ക് നേരെ ഒന്ന് പോയിട്ട് വരാം. സൂം ചെയ്യട്ടെ. ഈ ഒരു സ്ഥലം കണ്ടോ? നിങ്ങൾ ഫോണിൽ കൂടെ കാണുമ്പം ഒരു ഇതുണ്ടോ അറിയില്ല, പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പം എന്തോ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ മണ്ടയ്ക്കും എന്തോ ഒന്നുണ്ട്, എന്തോന്നറിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മണ്ടയ്ക്ക് വലുതായിട്ടൊന്നും ഇല്ലെന്ന്. നമുക്ക് അതിൻ്റെ നേരെ ഒന്ന് പോയിട്ട് വരാം ആദ്യം. എനിക്ക് കുറച്ച് അങ്ങോട്ട് മാറി ആൾക്കാരൊക്കെ എനിക്ക് ഈ ഷർട്ട് മൂടി മാറ്റണം. അകത്തും കിട്ടാ പോരായിരുന്നു. അതിനെക്കാട്ടി ചൂടാണ്. അല്ലടേ, അപ്പൊ ഇവിടെ വെച്ച് നൂരാല്ലോ, ആൾക്കാരെ നോക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ താഴെ കണ്ട പോലെ ഒരു സംഭവമാണിത്. ഇതിന് പേര് വല്ലതും ഉണ്ടോ? എടേ, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. കുഞ്ഞോട് ഉണ്ടായിരുന്നെങ്കിലോ അപ്പോൾ അവനെ പിടിക്കാൻ ഓടേണ്ടി വന്നേനെ. നിങ്ങൾ അങ്ങോട്ടൊക്കെ അങ്ങ് പോയേ. നമ്മുടെ ഉപ്പാടെ വന്നേനെന്നാ. അങ്ങോട്ട് ഉണ്ടോ? അവിടെ വരെ എന്തേ ഉള്ളൂ. നമുക്ക് എന്നാലും ജസ്റ്റ് അവിടെ നടന്നിട്ട് സിപ്ലൈൻ്റെ അത് ഉണ്ട് ആ ഒരു സംഭവം. ഗൈസ്, നമ്മൾ സാധാരണ വാഗമണ്ണിലൊക്കെ വരുന്ന പറയാം. നമ്മൾ കുറച്ച് സ്പോട്ട് നമ്മുടെ മൈൻഡിലുണ്ട്. വാഗമണ്ണിൽ വരുമ്പോൾ നമ്മുടെ പരുന്തുംപാറ, പാൻവാലി, മുട്ടക്കുന്ന്, അതുപോലെ മറ്റേ ആനപ്പാറ, അങ്ങനെ എന്തോ പറയുന്ന സംഭവം, പിന്നെ അഡ്വഞ്ചർ പാർക്ക്, ഇതൊക്കെയാണ് മെയിനായിട്ട് വാഗമണ്ണിലുള്ള ഒരു സംഭവം. ഇതൊക്കെയാണ്. പക്ഷേ നമുക്ക് നമ്മൾ വാഗമണ്ണല്ല, കുട്ടിക്കാലം പോലും എത്തിയിട്ടില്ല നമ്മൾ. പക്ഷേ ഇവിടുത്തെ ഈ പാഞ്ചാലിമേട് വരാത്തവരുണ്ടെങ്കിൽ പാഞ്ചാലിമേട് വേണം കേട്ടോ. പാഞ്ചാലിമേട് നൈസാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ വന്ന ടൈം ഏകദേശം ഉച്ചയായി. ഉച്ച കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ടൈം ഇപ്പോൾ 10:45. ഓക്കെ. പക്ഷെ ഇവിടെ രാവിലെയൊക്കെ വൈബായിരിക്കും കേട്ടോ. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 6 മണി, 6:30, 7 മണി, ആ സമയത്തൊക്കെ നൈസ് പരിപാടിയായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇനി വാഗമണ്ണ് വരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്കാണത്തിന് ഇപ്പുറം വെച്ചിട്ട് മുണ്ടക്കയം കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോകുന്നിടത്ത് നമുക്ക് റൈറ്റിലേക്കാണ് കയറേണ്ടത്. വേറൊരു വഴിയും കൂടിയുണ്ട്. നമ്മൾ വന്ന വഴി നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് ആ ഒരു വഴിയാണ് കേട്ടോ എളുപ്പം. അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എന്താ ഈ സ്ഥലത്തിന് വരുന്നതാണ്? പാഞ്ചാലിമേട്. പാഞ്ചാലിമേട്ടിലേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങ് കയറി വരാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇതിൻ്റെ ടോപ്പിൽ കയറാൻ പറ്റും കേട്ടോ. നമുക്ക് വണ്ടിക്ക് പോയാലോ? പോവാം, നമുക്ക് പോവാം. തിരിച്ചടക്കണേ. പാഞ്ചാലിക്കുളം. സെൻട്രിൽ കണ്ടോർമ്മ, അതാ പണ്ടത്തെ പാഞ്ചാലിക്കുളം എന്ന് പറയുന്നത്. അതായത് ആ കല്ലുകൊണ്ട് കെട്ടിയേക്കുന്നത്. കല്ലുകൊണ്ട് കെട്ടിയത്. അത് ഒരിക്കലും പറ്റാത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ അതിനകത്ത് ഇറങ്ങായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പം യുവമായ ടൂറിസ്റ്റുകാരെടുത്ത് ഇത് ഡെവലപ്പ് ആക്കിക്കൊണ്ടാണ് അത് അത്ര മൂടിപ്പോയത്. നേരന്നല്ലായിരുന്നു കിടന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടക്കുന്നിനകത്തായിരുന്നു അത്. ടൂറിസ്റ്റും അമാരെടുത്തിട്ട് ഇത് മുഴുവൻ ഇടിച്ചങ്ങ് നിരത്തി ഇടിച്ചിട്ട് ചുറ്റും കെട്ടിട്ട് അവിടെ ചെക്കിടാവും വന്നു. കുറച്ചുകൂടെ താന്നായിരുന്നു ഈ സമയം. ഈ ഇറക്കം അങ്ങ് ഇറങ്ങി ചെല്ലിയല്ലേ, താന്നിട്ട് ഇങ്ങനെ ഒരു മുട്ടക്കുന്നാലായിരുന്നു കുളം ഇരുന്നത്. ആണല്ലേ? എപ്പോ വന്നാലും വെള്ളം പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് ഇറങ്ങായിരുന്നു. ഇങ്ങനെ ഒരു വട്ടമായിരുന്നു, കല്ലുകൊണ്ട് കെട്ടി. ആ വട്ടത്തിൽ കൂടെ നമുക്ക് ഇറങ്ങി നേരെ അടി വരെ ചെല്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പകുതിയോളം ഇപ്പൊ അമ്മമാർ നേരത്തെ കളഞ്ഞിട്ടുണ്ട്. ഒരു മുട്ടക്കുന്നായിരുന്നു ഇങ്ങനെ അവിടെ. പള്ളി താഴെയല്ലേ? പള്ളി കണയങ്കരി പള്ളി 2 പള്ളിയാണ്. ഒന്ന് വടയങ്കരി പള്ളി, മറ്റൊന്ന് ചെറുപുളിക്കുളം പള്ളി എന്ന് പറയുന്നതിന്റെ നേരെ അപ്പുറം. ആണോ? ഇതിപ്പോ കുരിശിന്റെ വഴിയാണോ? കുരിശിന്റെ വഴിയാണ്. മേളി വരും അല്ലേ? മേളി വരും. ഇത് നേരെ അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ ഇവിടെ വരെ ഉള്ളു 13-ാം സ്ഥലം. അവിടെ വരും ഇല്ലയോ? കുരിയൊന്നും എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ ആ നാച്ചുറൽ ഇത് പോയി. നമ്മളിവിടെ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ വരുമ്പോഴേ ഞങ്ങൾ വാഗമണ്ണ് വരുമായിരുന്നു. നമ്മുടെ സ്ഥലം കൊല്ലമാണ്. അപ്പം ഞങ്ങൾ വാഗമണ്ണ് വരുമ്പോൾ നേരെ
ഈ മുണ്ടക്കായും കുട്ടിക്കാനം നേരെ അങ്ങ് പോത്തേ ഉള്ളൂ, ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിനകത്തൊരു വീഡിയോ ഇങ്ങനെ ഒരാളുടെ കണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരുന്ന വഴിക്ക് പാഞ്ചാലിമേട് എന്നൊരു ബോർഡ് കണ്ട് അങ്ങനെ കയറി വന്നതാണ്. പക്ഷെ വന്നപ്പോൾ സ്ഥലം കൊള്ളാം കേട്ടോ. പക്ഷെ ഇതിനെക്കാട്ടും അടിപൊളിയായിരുന്നു പണ്ടല്ലേ. ഒരു 15-20 വർഷം മുമ്പ് ഇതൊന്നുമില്ല, നല്ല ക്ലൈമറ്റും നല്ല ഇതുമായിട്ട് ഇത് നല്ല നാച്ചുറലായിരുന്നു. പക്ഷെ ഇപ്പം ഈ കെട്ടും റോഡും ഈ റോഡുകളൊക്കെ പറഞ്ഞാൽ ചേർത്തി എല്ലാം അതിൻ്റെ ആ സ്വാഭാവികത പോയി അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നാച്ചുറാലിറ്റി പോയി. പക്ഷെ ആ പണ്ട് ആ കുളം കാണാൻ ഒരുപാട് പേര് പാഞ്ചാലിക്കുളം കാണാൻ വരുമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ആർക്ക് അന്നത്തെ കാലത്ത് മെയിൻ എന്ന് പറയുന്നത് പാഞ്ചാലിക്കുളമായിരുന്നു. പാഞ്ചാലിക്കുളം കാണാൻ ആൾക്കാർ വരുന്നത്. അത് തന്നെ. പക്ഷെ അത് അവർ നേരത്തെ കളഞ്ഞു. എന്താ ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഇവരുടെ ഈ സിപ്പ് ലൈൻ്റെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ഇതൊന്നും ഇല്ലേ ഇപ്പം? അതോ സ്റ്റാർട്ട് ആയിട്ടില്ലയോ? അതോ പണി നടക്കുന്നേ ഉള്ളൂ? ഇത് പണി നടക്കുന്ന ഇടയ്ക്ക് സ്റ്റേ കിടക്കുക. സ്റ്റേ ഞാൻ അങ്ങനെ എൻ്റെ ഉടുപ്പ് മാറി കേട്ടോ. ഉടുപ്പ് ഭയങ്കര ചൂടായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ നേരെ താഴോട്ട് വന്ന് നമ്മുടെ എന്താ ചേട്ടാ ഒരു റോബിൻ അല്ലേ, റോബിൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഞങ്ങളിനി മേളിലോട്ട് പോവാം. മേളിൽ പോയിട്ട് മേളിൽ നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നില്ല കേട്ടോ. മേളിലും എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് അല്ലാതെ ഒന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നേരെ ഇനി മറ്റേ വരാട്ടുമേട് പോകണം. ഓക്കെ. വെയിലെന്ന് പറയുമ്പോൾ നല്ല വെയിലുണ്ട്. പിന്നെ വെയിലുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയൊരു തണുപ്പ് എവിടെയോ ഉണ്ടല്ലേ. അത് ഈ നമ്മൾ ഈ മലയുടെ മുകളിൽ നിൽക്കുന്നുണ്ടായിരിക്കും നല്ല അത്യാവശ്യം കാറ്റും. വെയിലിന് ചൂടുണ്ട് എങ്കിൽ പോലും ചെറിയൊരു തണുപ്പ് എവിടെയോ കിടക്കുന്നു. നമുക്കിനി നേരെ അവിടെ പോകണം. അവിടുന്ന് കറങ്ങി മുകളിൽ പോകണം. മുകളിൽ നിന്ന് കല്ലും എല്ലാം എടുത്തെറിയണോ? സംഭവം നമ്മുടെ ഇല്ലിക്കൽ കല്ല് വന്നൊരു ചെറിയൊരു ഫീലൊക്കെ എവിടെയോ ഇല്ലേ? ഗൈസ് ഇത് പള്ളിയിലെ കുരിശിൻ്റെ വഴി ഇപ്പോൾ മുകളിൽ. അപ്പോൾ അവർക്കുള്ള കഞ്ഞിയും ഫുഡും ഒക്കെ റെഡിയായിക്കൊണ്ടിരിക്കുക മേളിൽ കേട്ടോ. ഏതായാലും ഇവിടെ വന്നതല്ലേ, താഴത്തെ കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് പോകും. ഓക്കെ മേളിൽ കയറിയിട്ട് പോവാം. ഓക്കെ കാണുക എന്നുള്ള ഏറ്റവും മെയിൻ. ഓക്കെ ഹക്കു അതിനകത്ത് ഇറങ്ങി ആ പാറയുടെ എത്തു. ബാഗ് അവിടെ ഇരിക്കില്ല, ഞാൻ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് പോ. വേണ്ട, പാറയുടെ അവിടെ വരെ പോയാൽ മതി. അക്കു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞൊക്കെ വലിയ അടുത്ത് ഇറങ്ങിയിട്ട് താഴോട്ട് പോകണമെന്നൊക്കെ ചോദിക്കുന്നു. അക്കുവിൻ്റെ ഫോട്ടോ എടുക്കട്ടെ എന്നാ. ആ പാറ എടുത്തു, അല്ല പാറ എടുത്തു. മതി അങ്ങനെ ബാക്ക് സൈഡാണോ ഫോട്ടോ വേണ്ടേ? വീഡിയോ ഇപ്പോൾ ഓക്കെ ഗൈസ്, ഞാനൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ മണ്ടയ്ക്കോട്ട് കയറുക. അവിടെ ഒരു വില്ലയൊക്കെ ഉണ്ട് കണ്ടാ. നമ്മളിനി മറ്റേ ജയമൗണ്ട് ഇതാണോ നമ്മളന്ന് വിളിച്ചു വെച്ചേ? ഇതുപോലെ ഇരിക്കുന്നില്ലേ? ഇതാണ് ഡൗട്ടുണ്ട്, ഇല്ല. ഭയങ്കര വെയിൽ കേട്ടോ. ഇപ്പം ചൂടൊക്കെ കൂടിയതുപോലെ തോന്നുന്നു. നമ്മുടെ പുറകില് മറ്റേ ഇതെന്താ പറയുന്നത്, കുരിശിന്റെ വഴി വരുന്നുണ്ട്. അവര് മണ്ടയ്ക്കോട്ടാ വരുന്നത്. നിന്റെ മണ്ടയ്ക്കല്ലേ പറഞ്ഞവര്? എടേ ഇതിന്റെ ടോപ്പിൽ വരും അങ്ങനെയല്ലേ പറഞ്ഞത്? എനിക്കറിയില്ല. ഇതിന്റെ ടോപ്പിലുണ്ടെന്ന് തോന്നുന്നു, കാരണം അവിടെ ഇവിടെ എല്ലാം കുരിശ് കുത്തി വെച്ചേക്കുന്നത്. അതായിരിക്കും കുരിശിന്റെ കയ്യിൽ നിന്ന് കുരിശ് കട്ട് വെച്ചേക്കുന്നത്, കുരിശ് വെച്ചേക്കുന്നത്. അക്കു നമ്മള് മറ്റേ വില്ല ഏതായിരുന്നറിയ പേര്? അതല്ല, ജയമൗണ്ടോ? ഞങ്ങളൊരു റിസോർട്ട് നോക്കിയായിരുന്നു ഗൈസ്. ഇതിനിടയ്ക്ക് വാഗമണ്ണൊന്ന് ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകാമെന്നുള്ളത് മൈൻഡ് സെറ്റ് നോക്കിയ. പക്ഷേ അന്ന് ജയമൗണ്ടെന്ന് പറഞ്ഞൊരു സംഭവം, അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഏകദേശം ഇതേ ആ കാണുന്ന വാഗമണ്ണല്ലേ? പ്രോപ്പർ വാഗമണ്ണ? ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിലെ മേളിലോട്ട് നടന്നു. ഇതൊക്കെ വെച്ച് നോക്കുന്നു ചെറുതാട്ടോ.
ഇല്ലിക്ക കല്ലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഇതൊന്നുമില്ല. ഇല്ലിക്ക കല്ല് വേറെ ലെവലാണ്. നടന്ന് നമ്മുടെ ഉപ്പാടും ചാപ്പാടും വരും ഗൈസ്. ഇവിടെ കുറച്ച് നേരം ഇരിക്കാം, പക്ഷേ തണലില്ല. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് നേരെ ഇവിടെ കയറി കഴിഞ്ഞിട്ട് നേരെ ഇനി മറ്റേ വരാട്ടുമേട് പോകണം. പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇടുക്കി വൈബ്സ് ഇവിടെ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസ്റ്റ് കേരള. പക്ഷെ ഇവിടെ ടൂറിസം ഇപ്പോൾ സ്റ്റേ ആണെന്നാണ് മറ്റേ പുള്ളി പറഞ്ഞിട്ടത്. ടൂറിസത്തിൻ്റെ ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി ടൂറിസത്തിൻ്റെ പരിപാടികൾ നടക്കുന്നില്ല. ടൂറിസം ഇവിടെ ഓൾറെഡി സ്റ്റേ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ടൂറിസത്തിൻ്റെ പരിപാടിയൊന്നുമില്ല. പക്ഷേ ടൂറിസത്തിന് വേണ്ടി അവർ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ് നമ്മളിവിടെ പാഞ്ചാലിമേട് ഏറ്റവും ടോപ്പിൽ വന്ന്, ഇവിടെ വേറെ നമ്മുടെ ഇല്ലിക്ക കല്ലിൻ്റെ അത്ര വലിയ കയറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. പേര് പറയടാ. ഹരി. ഓക്കെ, നിങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? തൊട്ടടുത്ത് തന്നെ അല്ലേ? ഓ, ഞങ്ങൾ കൊല്ലം. ഇവിടെ ഈ ടൂറിസത്തിന്റെ പരിപാടി ഒന്നും ആയിട്ടില്ല, ആക്റ്റീവ് അല്ല അല്ലേ? ആയി വരുന്നേ ഉള്ളൂ. ആ, പിന്നെന്തുകൊണ്ട്? എത്രല്ല പഠിക്കുന്നത്? ഹരിയല്ലേ? ഹരി +1 കഴിഞ്ഞോ? +2 ആണല്ലേ? എൻ്റെ പേര് എബി എന്നാണ് കേട്ടോ. എബി. നമ്മുടെ ചാനലിൻ്റെ പേര് ട്രാവൽ ബൈ KL61 കേട്ടോ. യൂട്യൂബ് നോക്കിയത് ട്രാവൽ ബൈ KL61. നമ്മുടെ വണ്ടി താഴെ കിടം, വണ്ടി സ്റ്റിക്കറാണ്. നെറ്റ് കിട്ടിയതില്ല ഇവിടെ. ഞാൻ ഇപ്പോൾ താഴെ ഒരു പുള്ളിക്കാരൻ അതുപോലെ പേര് ചോദിച്ചിട്ട് നെറ്റ് കിട്ടിയില്ല. ഇവിടെ എന്ത് നെറ്റ് ഷോ അല്ലേ? താഴെയൊക്കെ കിട്ടുമോ? അല്ല വീടിൻ്റെ അവിടെ കിട്ടുമോയെന്ന് ചോദിച്ചാൽ കിട്ടൂല്ലേ? ആ, അങ്ങോട്ട് വരാട്ടൊന്നുമില്ല. അങ്ങോട്ടും ഇതുപോലെ ഇങ്ങനെ നടന്ന് അങ്ങനെ വരാം. അതിലേ പോവാം, ഇതിലെല്ലാം പോവാം. അവിടെ ചെന്നാൽ അവിടെ ചെന്നോളൂ. ഒരു കുന്നു പോലെയാ ഇന്ത്യയിൽ ചെന്നാലും. നമ്മൾ ഇതിലേ കയറി അതിലേ ഇറങ്ങി അവിടെ വരും അല്ലേ? ടൂറിസത്തിന്റെ പരിപാടിയൊക്കെ ഒന്ന് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവധി ദിവസങ്ങളിൽ ആൾക്കാരൊക്കെ വരുവേ. പരിപാടിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ടൂറിസം ഒക്കെ ആക്റ്റീവ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ആൾ കൂടും. ആളും എന്തെങ്കിലും മേളിൽ എന്തെങ്കിലും ഇവിടെ കട. താഴെ കടയുണ്ടല്ലേ? പള്ളിയുടെ ഇവിടെ. പള്ളി എവിടെ കറക്റ്റ്? താഴെ കാണാൻ താഴെയാണോ പള്ളി? പള്ളി അങ്ങ് പോകണം അല്ലേ? അത് വേറൊന്നുമല്ല. നിങ്ങൾ ഈ പള്ളിയാണോ? ഈ ഭാഗത്തുള്ള. ഓ, എല്ലാവരും കൂടെ ചേർന്നാണോ അല്ലേ കുരിശിൻ്റെ വഴി? എല്ലാവരും കൂടെ ചേർന്നാണോ കുരിശിൻ്റെ വഴി? നിങ്ങൾ പോയില്ലേ? നിങ്ങൾ ഉടായിപ്പെടുത്ത് വന്നിരിക്കൂലടാ ഇവിടെ. നിങ്ങളുടെ വീട്ടുകാരെന്ത് ചെയ്യോ? അപ്പയും അമ്മയൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾ മുങ്ങിയതില്ലയോ? എല്ലാ വർഷവും ആണോ? കുറെ പേരും കൂടെ ഉണ്ട് കൂട്ടുകാരി. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഇനി മറ്റേ വരാട്ടമേട് വേണം. വരാട്ടമേട് കറക്റ്റ് സ്പോട്ട് അറിയോ? വരാട്ടമേട് അറിയത്തില്ല? വരാട്ടമേട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് ഇനി അവിടെ പോകേണ്ടത്. ഇവിടെ എന്തോ സ്റ്റേ എന്തോ ആയി കിടക്കണമെന്ന് പറഞ്ഞു ടൂറിസത്തിൻ്റെ. ചെറിയ രീതിയിൽ സ്റ്റേ ആയി കിടക്കും. അപ്പോൾ അതൊന്ന് തീരുമാനമായിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടികൾ കാണത്തുള്ളൂ. പക്ഷെ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ആൾ കാണും കേട്ടോ. ഇഷ്ടംപോലെ ആൾ വരും. നമ്മൾ താഴോട്ട് പോവാം. പോട്ടെ ഞങ്ങൾ. ചാനലിൻ്റെ പേരെന്തുവാ? ട്രാവൽ ബൈ KL61 കേട്ടോ. കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തോ കയറി. ഓക്കെ, പോട്ടെ എന്നാ. ഓക്കെടാ. നമുക്കിനിയിപ്പോൾ നേരെ ഇനി അടുത്ത മറ്റേ വരാട്ടമേട് പോവാം. ഇവിടെ പക്ഷേ അമ്മച്ചിയുണ്ട്. അമ്മച്ചി നൈസായിട്ട് തണൽ നോക്കി പോയി. ഗൈസ് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തണലുണ്ട് കേട്ടോ. ഈ തണലിപ്പോൾ പോവും. ഏതാ
അതിൻ്റെ മുകളിൽ അത് മഴ പെയ്ത വെള്ളം കിടക്കുക. മഴ പെയ്ത വെള്ളമാണ് കിടക്കുന്നത്. അത് കോൺക്രീറ്റ് അല്ലേ, കോൺക്രീറ്റ് ആയതുകൊണ്ട് മഴ പെയ്ത വെള്ളം അവിടെ കിടക്കുക. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ടൂറിസത്തിൻ്റെ പണി തുടങ്ങി. ടൂറിസം ഇവിടെ സ്റ്റേ ആയി കിടക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ പരിപാടിയൊന്നുമില്ല, പക്ഷെ അവർ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കണം. അവരുടെ സഹതാപ പ്രകടനം അവർക്ക് ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, ഇതൊക്കെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇടുക്കി വൈബ്സ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം കേരള. ഈ സാധനം എനിക്ക് തോന്നുന്നു കറങ്ങുന്നതാന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ കുട്ടികളും അങ്ങനല്ല, ഒരു സൈഡും ഉണ്ട്. ഒരു സൈഡ് കൊണ്ടൊന്ന് കറക്കിയേ. ഒരു സൈഡിൽ എണ്ണീറ്റ് നിന്നേ പോയി നിന്നേ. സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. ഇങ്ങനല്ല, അങ്ങോട്ട് പുറകോട്ട് ഉന്തിയേ. കർത്താവേ, കറങ്ങത്തില്ലേ? ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം കറങ്ങുന്ന സാധനമാണ്. പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. എന്നാ പോവാം നമുക്ക്. അടുത്ത സ്പോട്ടിലോട്ട് പോകണം. പക്ഷേ ഇവിടെ ഈ കുരിശിൻ്റെ വഴി അല്ലാതെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ടൂറിസം കാര്യങ്ങളൊന്നും ഓപ്പൺ അല്ലെങ്കിൽ പോലും ഇവിടെ നേരത്തെ ഓൾറെഡി ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അക്കു മുടി ഒന്ന് കളർ ചെയ്ത് കേട്ടോ. അതിൻ്റെ ഷോയും തളം കാണിക്കുക. കൊള്ളാം മോനെ, വാ. എടുത്തെടുത്ത് വാ. നല്ല തണല്, നല്ല കാറ്റല്ലേ. പക്ഷെ വെയിലടിക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, വെയിലടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഊപ്പാട് വരും. വെയിലടിക്കുമ്പോൾ നമ്മൾ ഊപ്പാട് വരും. പക്ഷേ ഈ തണലുണ്ട് കേട്ടോ. ഇപ്പം നല്ല തണലുണ്ട്. മിക്കവാറും ഇത് ഈ വീഡിയോ എല്ലാം കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവർ പാട്ടിട്ടേക്കുന്നതിന് അങ്ങനെ കിട്ടാൻ വഴിയുണ്ടോ എനിക്കറിയില്ല. ഗൈസ്, കുരിശിൻ്റെ വഴിക്കുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇവർ മേലോട്ട് കയറാൻ വരുവാണ്. അപ്പോൾ അവർ ഇത് നമ്മൾ മേളിൽ ചോദിച്ചോ പറഞ്ഞത് ഒരു പള്ളിക്കാരല്ല കേട്ടോ. ഈ ഏരിയയിലെ പള്ളിയിലെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കുരിശിൻ്റെ വരി ഇവിടെ ഇന്ന് നടത്തുന്നത്. ഓക്കെ, ഒരു ഫാമിലി ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നു. ഒരു മോളാണെന്ന് തോന്നുന്നു. മോളുടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് താഴേക്ക് പോവാം. ഗൈസ്, മുന്നോട്ട് നീങ്ങാൻ അവർക്ക് ശക്തിയില്ല. നമ്മളപ്പോൾ മാറേണ്ടി വരും. അത് ബൈബിളിലെ ഓരോ വചനങ്ങളാണ്. അതെ, അപ്പം നമ്മൾ ഇതിൽ നേരെ താഴേക്ക് പോവാം. താഴേക്ക് പോയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. നോക്കുവേ, അവിടെ പാതകൾ ദുർഘടമാണ് കേട്ടോ. ഇവിടെ കുറേ പേരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അക്കുന്നുണ്ട് ഫോട്ടോ അടിച്ചിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാം. ഗൈസ്, ഞങ്ങളപ്പോൾ ഇവിടെ വന്നിട്ട് നേരെ ഇനി വരാട്ടുമേടേക്ക് പോവാണ്. ഇവിടെ നല്ല വെയിലാണ്. അമ്മച്ചിയാണ്ട് സൈഡ് പിടിച്ച് തണലത്ത് സുഖത്തിരിക്കുന്നത്. അമ്മച്ചി അവിടെ ഇരിക്കുകയാണ് തണൽ പിടിച്ച്. നല്ല വെയിലാണ് കേട്ടോ. പ്രായർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഏതാ മറ്റേ സിപ്ലൈൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇതൊന്നും ആക്റ്റീവായിട്ടില്ല. പുള്ളി പറഞ്ഞ അനുസരിച്ച് ഇവിടെ സ്റ്റേ ആയിട്ട് കിടക്കുകയാണ് സംഭവം. ഒന്നും ആക്റ്റീവായിട്ടില്ല. അല്ല, നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. സിപ്ലൈന് വരുന്നത് 350 രൂപയാണ്. ആദ്യം സ്റ്റേ മാറട്ടെ. മാറിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അതാ, ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് നല്ലതല്ലേ. ചേട്ടാ, ഇവിടെ ടൂറിസത്തിൻ്റെ പരിപാടിയൊന്നും ഓപ്പൺ ആയിട്ടില്ല അല്ലേ? ആണോ? ഇതിപ്പോൾ എന്താണ് ഫാക്റ്റ് എന്നുള്ളത് നമുക്കറിയത്തില്ല കേട്ടോ.
അല്ലേ? ഇതിൻ്റെ യഥാർത്ഥ ഫാക്റ്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മളൊരു പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ടൂറിസത്തിൻ്റെ ഒന്നും ഇവിടെ ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വേറൊരു പുള്ളി പറഞ്ഞ് ഇന്ന് അവധിയായതുകൊണ്ട് ഓഫാണ്, ഇന്നില്ലാത്തതാണത്. ഇതിപ്പോൾ ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഫാക്റ്റ്? എനിക്ക് കണ്ടിട്ട് മറ്റേരു പറഞ്ഞാൽ ശരി, ഇപ്പോഴും ഇപ്പോൾ ഇല്ല. അല്ല, ഇപ്പോൾ ഇത് ആക്റ്റീവ് അല്ല. പക്ഷെ പുള്ളി പറഞ്ഞ് ഇന്ന് അവധി ആയതുകൊണ്ട് ഓഫാണെന്ന് പറഞ്ഞു. പക്ഷേ സംഭവം അങ്ങനല്ല. ആക്ച്വലി അത് ക്ലോസ്ഡ് ആണ് കുറേ നാളുണ്ട്. കാരണം അതിൻ്റെ അത് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ലുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ടൂറിസം ആക്ച്വലി ഇവിടെ ആക്റ്റീവ് അല്ല. പിള്ളേർ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, അതായാലും എല്ലാം പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നും ആക്റ്റീവായിട്ടില്ല. പുള്ളി വെറുതെ പറഞ്ഞാണ് കേട്ടോ, നമ്മളെ തേച്ചതാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു അമ്പലമോ ആൽമരമോ എന്തോ ഒരു അമ്പല സെറ്റപ്പ് വേണ്ടേ, മറ്റേ പട്ടൊക്കെ കിട്ടിക്കുന്നുണ്ടോ? അത് അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പാ. എന്തോ ഒരു സെറ്റപ്പ്, മരത്തിനകത്ത് കുറേ ഇലസും മലയും